നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, 10th ലെവൽ പ്രിലിംസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ചു. ഹിമാലയൻ നദികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഹിമാലയൻ നദികൾ, ഇന്ത്യൻ നദികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഹിമാലയൻ നദികളുമുണ്ട്, ഉപദ്വീപീയ നദികളുമുണ്ട്. അതിലാദ്യം തന്നെ നമ്മൾ ഹിമാലയൻ നദികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ SCERTയുടെ ക്ലാസ് ഇന്നലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക. നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് പഠിച്ചു വരികയാണ്. നമ്മുടെ ക്ലാസ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടന്നതിന് ശേഷം 2027 ആദ്യ മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ 2027 ആകുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ 2026 നമുക്ക് ജോലി കിട്ടിയെന്ന് ഉറപ്പിക്കുകയല്ലേ, പരീക്ഷ നല്ല രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോഴേ പഠനം ആരംഭിച്ചു കൊള്ളുക. അപ്പോൾ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഹിമാലയത്തിൽ മഞ്ഞ് പാളികളുണ്ട്. ഈ പാളികളൊക്കെ ഉരുകിയിട്ട് നീർച്ചാലുണ്ടാകും. ഈ നീർച്ചാലുകളൊക്കെ ചേർന്നിട്ടുണ്ടാകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികൾ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. വേനൽക്കാലത്തും ജലമുള്ള നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. എങ്ങനെയാണിത് രൂപം കൊള്ളുന്നത്? ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്നുണ്ടാകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഈ ഓരോ നദികളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ 3 നദികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിച്ചിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളിൽ ഏത് നദിയെ പറ്റിയിട്ടാണ്? സിന്ധു നദിയെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. സിന്ധു നദിയെപ്പറ്റി നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്താണ് ഈ സിന്ധു നദി? സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കണം. ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. ഈ സിന്ധു നദിയാണ് പാകിസ്ഥാൻ്റെ ജീവരേഖ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ്. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഇതെന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദിയും സിന്ധു എന്നാണ് പറയുന്നത്. അപ്പോൾ സിന്ധുവിൻ്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2880 കിലോമീറ്റർ ആണ്. 2880 കിലോമീറ്റർ നീളമുള്ള നദിയാണ് സിന്ധു നദി. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ടിബറ്റിലെ മാനസരോവർ തടത്തിനു അടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മറ്റ് 2 നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പടിഞ്ഞാറ് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ചോദിക്കുകയാണെങ്കിലും സിന്ധു നദിയാണ്. അങ്ങനെ പടിഞ്ഞാറോട്ടൊഴുകുമ്പോൾ അത് എവിടെയായിരിക്കും പതിക്കുന്നത്? അറബിക്കടലിലായിരിക്കും അല്ലേ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ആയതുകൊണ്ട് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ചോദിക്കുകയാണെങ്കിലും അത് ഏതാണ്? സിന്ധു നദിയാണ്. ഋഗ്വേദത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു നദിയാണ്. അപ്പോൾ ഈ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ, ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് നിന്നാണെന്ന്. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സിംഗി കമ്പൻ എന്നാണ്. സിംഗി കമ്പൻ എന്ന പേരിലാണ് ഈ സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി സിന്ധു നദിക്ക് നമുക്ക് സിന്ധു നദിയുടെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിൽ ഇതിൻ്റെ അർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി എന്നാണ് ഈ സിന്ധു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് അറിഞ്ഞിരിക്കുക. ഈ സിന്ധു നദിയുടെ ആകെ നീളം നമ്മൾ പറഞ്ഞു 2880 ആണെന്ന്. ഇതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 709 കേട്ടോ. 709 കിലോമീറ്റർ ആണ് ഈ സിന്ധു നദി എവിടെ കൂടെ ഒഴുകുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും
സിന്ധു നദി ഒഴുകുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 709 കിലോമീറ്ററാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സപ്തസിന്ധു, ഈ സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും ചേരുമ്പോൾ, അതുപോലെ സരസ്വതി നദിയും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? സപ്തസിന്ധു എന്ന് പറയുന്നത്. സപ്തം എന്ന് പറഞ്ഞാൽ അതിൽ എത്രയാണ്? 7 ഉണ്ടല്ലേ. സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഒപ്പം സരസ്വതി നദിയും കൂടെ ചേരുമ്പോഴാണ് നമ്മളതിനെ സപ്തസിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സിന്ധുവിൻ്റെ പോഷക നദികളും അതിൻ്റെ പ്രത്യേകതകളും നോക്കിയാലോ. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികളുടെ പേരെന്തൊക്കെയാണ്? ബിയാസ്, പേര് പഠിച്ചിരിക്കുക. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബിയാസ്, രവി. അപ്പോൾ ഇത്രയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ചലം, ചിനാബ്, സത്ലജ്, രവി, ബിയാസ് തുടങ്ങിയവ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പോഷക നദികളുടെ ഓരോന്നായിട്ട് പ്രത്യേകതകൾ പഠിക്കണം. പോഷക നദികൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. ഇതിനകത്ത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നറിയോ? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ അത് സത്ലജാണ്. ഓക്കെ, നമുക്കിനി അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കാം. ആദ്യം നമുക്ക് സത്ലജിനെ കുറിച്ച് നോക്കാം. സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള സത്ലജിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഈ സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഫക്രാനങ്കൽ അണക്കെട്ട് എന്ന് പറയുന്നത്, അല്ലേ? ഫക്രാനങ്കൽ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഫക്രാനങ്കൽ. ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സിന്ധുവിൻ്റെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സത്ലജ് നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ദിരാഗാന്ധി കനാല്, അതുപോലെ സിർഹിന്ദ് കനാൽ ഒക്കെ സ്ഥിതി ചെയ്യുന്നതും സത്ലജ് നദിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ, ഫക്രാനങ്കൽ അണക്കെട്ട്, അതുപോലെ ഇന്ദിരാഗാന്ധി കനാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിന്ധുവിൻ്റെ സത്ലജ് നദിയെക്കുറിച്ചാണ് പറഞ്ഞത്. സത്ലജാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ സിന്ധുവിൻ്റെ പോഷക നദിയാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത്. അതുപോലെ ഫക്രാനങ്കൽ അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? സത്ലജ് നദിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത നദിയാണ് ചലം. സിന്ധുവിൻ്റെ അടുത്ത പോഷക നദി, സത്ലജ് പഠിച്ചു. അടുത്ത പോഷക നദി ഏതാണ്? ചലം നദിയാണ്. ചലം നദിയെക്കുറിച്ച് നോക്കാം. ചലം എന്ന് പറയുമ്പോൾ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചലമാണ്. ഈ ചലം നദിയാണ് പ്രാചീന കാലത്ത് വിദാസ്ത എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പ്രാചീന കാലത്ത് വിദാസ്ത എന്ന പേരിൽ അറിയപ്പെട്ട നദി ഏതാണ്? ചലം നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഈ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരവും ഏതാണ്? ചലമാണ്. അപ്പോൾ നമ്മൾ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിക്കുകയാണെങ്കിലും അത് ഏതാണ്? ചലം നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി, ഏത് ജലവൈദ്യുത പദ്ധതിയാണ്? കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചലമാണ്. അതുപോലെ ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഏതാണ്? ചലം നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നു. പ്രാചീന കാലത്ത് വിദാസ്ത എന്ന പേരിൽ അറിയപ്പെട്ട സിന്ധുവിൻ്റെ പോഷക നദിയാണ്. അതുപോലെ കിഷൻ ഗംഗ സ്ഥിതി ചെയ്യുന്നു. കിഷൻ ഗംഗ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി, ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചലം നദിയിലാണ്.
ദെൻ അടുത്ത സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചെനാബ് അല്ലെങ്കിൽ ചിനാബ് എന്നൊക്കെ പറയും. ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. ഇപ്പോൾ എല്ലാത്തിലെയും ഡാമുകളൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി എന്ന് പറയുന്നത്. then അടുത്തതാണ് ബിയാസ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ബിയാസിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത സിന്ധുവിൻ്റെ ലാസ്റ്റ് പോഷക നദി ഏതാണ്? രവിയാണ് സിന്ധുവിൻ്റെ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പോഷക നദി എന്ന് പറയുന്നത്. ഈ രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണം, പാകിസ്ഥാനിലെ ഒരു പ്രധാന പട്ടണമാണ് ലാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോർ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. ലാഹോർ സ്ഥിതി ചെയ്യുന്നു. തെയിൻ ഡാം അഥവാ രഞ്ജിത്ത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഏത് ഡാമാണ്? തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ. രവി, ബിയാസ്, ചലം, ചെനാബ്, സത്ലജ് തുടങ്ങിയവ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ഇനി സിന്ധു നദീജല കരാറിനെ കുറിച്ച് പഠിച്ചിരിക്കണം. സിന്ധു നദീജല കരാർ ഏത് വർഷമാണ് സിന്ധു നദീജല കരാർ ഒപ്പിടുന്നത്? 1960 സെപ്റ്റംബർ 19 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നെഹ്റുവും പാകിസ്ഥാനിൽ ആരാണ്? പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായ അയൂബ് ഖാനും ചേർന്നിട്ടാണ് ഈ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മുഹമ്മദ് അയൂബ് ഖാൻ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ്, മുൻ പാകിസ്ഥാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ് സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചത്. എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുമ്പോൾ? സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളുടെ അവകാശം ഇന്ത്യക്ക് ലഭിച്ചു. സിന്ധു നദീവ്യവസ്ഥയിൽ 20% ജലത്തിന് മാത്രമായിരുന്നു ഇന്ത്യക്ക് അവകാശമുള്ളത്. 20% ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശമുള്ളത് എന്ന് പറയുന്നു. 20%. പാകിസ്ഥാന് സിന്ധു നദിയുടെയും ചലം, ചിനാബ് നദികളുടെയും അവകാശം കൊടുത്തു. അപ്പോൾ ഈ നദീജല കരാർ എന്ന് പറയുമ്പോൾ എന്താണ്? പകുതി ജലം ഇന്ത്യക്ക്, പകുതി ജലം പാകിസ്ഥാൻ. അങ്ങനെയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കരാർ ഒപ്പുവെക്കുന്നത്. അങ്ങനെ ഒപ്പുവെച്ചപ്പം വെറും 20% മാത്രമേ ഇന്ത്യക്ക് ലഭിച്ചുള്ളൂ. ബാക്കി 80% പാകിസ്ഥാനാണ് ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് സിന്ധു നദിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത നദിയെക്കുറിച്ച് പഠിക്കാം. അടുത്ത ഹിമാലയൻ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നും നമ്മൾ നേരത്തെ പൊക്കാർച്ചു ഗ്ലേഷ്യർ പഠിച്ചു. ഇവിടെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. ഗംഗാ നദി എന്ന് പറയുമ്പം ഇന്ത്യയുടെ ദേശീയ നദിയാണല്ലേ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ എന്നാണ് പ്രഖ്യാപിക്കുന്നത്? 2008 നവംബർ 4 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2008 നവംബർ 4 ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ഗംഗാനദി എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ
ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. 2525 കിലോമീറ്റർ 2225 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പം ചില ടെക്സ്റ്റിൽ 2500 എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഓപ്ഷനിൽ ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആൻസറായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗയ്ക്ക് 2 തരത്തിൽ വലത് കരയിലും ഇടത് കരയിലും പോഷക നദികളുണ്ട്. വലത് കരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോണ്, യമുന, ദാമോദരൊക്കെ. ഇടത് കരയിലുള്ള പോഷക നദികളാണ് കോസി, മഹാനന്ദ, ഗണ്ഡകിയൊക്കെ എന്താണ് ഇടത് കരയിലുള്ള പോഷക നദികളാണ്. ഇപ്പം ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് ഗംഗാ നദി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗാ നദി എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചില വിശേഷണങ്ങളാണ് വൃത്തഗംഗ, ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട ചില വിശേഷണങ്ങളാണ്. വൃത്തഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി. ഗോദാവരി, ഇപ്പോൾ നമ്മളിനി ഗോദാവരിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഗംഗ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. വൃത്തഗംഗ ഗോദാവരിയാണ്. തെലുങ്ക് ഗംഗ, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? തെലുങ്ക് ഗംഗ കൃഷ്ണയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ പാതാളഗംഗ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ദക്ഷിണഗംഗ, ദക്ഷിണഗംഗ, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഏത് നദിയാണ്? കാവേരി, കാവേരി നദിയാണ് ദക്ഷിണഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വൃത്തഗംഗ ഗോദാവരി, തെലുങ്ക് അല്ലെങ്കിൽ പാതാളഗംഗ കൃഷ്ണ, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. കാവേരി നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില പട്ടണങ്ങളുണ്ട്. ഗംഗയുടെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. വാരാണസി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് വാരാണസി. പാറ്റ്ന, പാറ്റ്ന എവിടെയാണ്? ബീഹാറിലാണ് പാറ്റ്ന. വാരാണസി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ്. ഇനി കുംഭമേളയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുംഭമേള. ഈ കുംഭമേള അരങ്ങേറുന്നത് ഗംഗാ നദീതീരത്താണ്. ഈ കുംഭമേള അരങ്ങേറുന്നത് ഗംഗാ നദീതീരത്താണ്. കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുംഭമേള അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അലഹബാദിൽ ഉണ്ട്, ഹരിദ്വാറിലുണ്ട്, ഉജ്ജയിനിയിലുണ്ട്, നാസിക്കിലൊക്കെ ഉണ്ട്. അതിൽ അലഹബാദിലും ഹരിദ്വാറിലുമാണ് നടക്കുന്നതെങ്കിൽ ഈ നദീതീരം എവിടെയാണ്? ഗംഗാ നദീതീരത്താണ് കുംഭമേള നടക്കുന്നത് എന്നുകൂടി അറിഞ്ഞ് ഇരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദി ഏതാണ്? യമുനയാണ്. യമുനയാണ് ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദി എന്ന് പറയുന്നത് യമുന നദി. ഈ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും ഏതാണ്? യമുന നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ ഗാഗ്ര നദിയൊക്കെ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. അതുപോലെ കോസി നദി, കോസി നദി ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. കോസി നദി, കോസി നദി, കോസി നദിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയും കോസി നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ദാമോദർ നദിയൊക്കെ എന്താണ്? ടോൺസ് നദി, സരയൂ നദി, ഗണ്ഡകി ഇതെല്ലാം തന്നെ എന്താണ്? സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. സിന്ധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ച് പഠിക്കാം? ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് പഠിക്കാം. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ബ്രഹ്മപുത്ര അടുത്ത ഹിമാലയൻ നദിയാണ്.
അത് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം. ഇതിൽ 916 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. SCRTയിലൊക്കെ 725 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. അതുപോലെ ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഈ നദിയാണ് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ആസാമിൻ്റെ ജീവരേഖ, ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ്, ഹിമാലയൻ നദിയാണ് ഇതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഇനി ഈ ബ്രഹ്മപുത്രയ്ക്ക് ചില പേരുകളുണ്ട്. ഈ ബ്രഹ്മപുത്ര എവിടുന്ന് ഉത്ഭവിക്കുന്നത്? ചെമയുങ്തിങ് ഹിമാനിയിൽ നിന്നാണ്. ചെമയുങ്തിങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ഈ നദി അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ബംഗ്ലാദേശിൽ ജമുന. അരുണാചൽ പ്രദേശിൽ ഡിഹാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ബ്രഹ്മപുത്ര നദി എന്ന് അറിയപ്പെടുന്നത്. ഇനി ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? സുബൻസിരി ഉണ്ട്. അതുപോലെ ബറേലി, ലോഹിത്ത്, ടീസ്റ്റ, സുബൻസിരി ഇതൊക്കെ എന്താണ്? ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇതിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സുബൻസിരിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഏറ്റവും വലിയ പോഷക നദി, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ബ്രഹ്മപുത്ര പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബംഗാൾ ഉൾക്കടൽ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരെണ്ണം ഏതേ ഉള്ളായിരുന്നു? സിന്ധു നദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പതിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഹിമാലയൻ നദികളും അവയുടെ പ്രത്യേകതകളുമാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ഹിമാലയൻ നദികൾ? സിന്ധു. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി, പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗാ നദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെയാണ്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ നദികളെക്കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ അംഗമാകുക. താങ്ക്